കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. ഉച്ചയ്ക്ക് ശേഷം 2:30 ആദ്യ മത്സരം. ശേഷം ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ അരങ്ങേറും. വർണ്ണാഭമായി നടത്തുന്ന പരിപാടിയിൽ KCL ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ പങ്കെടുക്കും. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിലേക്ക് കടക്കുമ്പോൾ ക്രിക്കറ്റ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സംവിധായകനും നിർമ്മാതാവും ഏരീസ് കൊല്ലം സെയിലേഴ്സ് ഉടമയും കൂടിയായ സോഹൻ റോയ് നമുക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം. KCL 2ാം സീസണിലേക്ക് കടക്കുകയാണ്. ആദ്യ കിരീടം ചൂടിയ ടീമാണ്. പുതിയ സീസണിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഞങ്ങൾ ഇത്തവണ കളിക്കുന്നത് കിരീടം വെച്ചുകൊണ്ടാണ്. അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങളിൽ നിന്ന് ആ കിരീടം പിടിച്ചെടുക്കാൻ വരുന്ന 5 ടീമുകൾ. അതാണ് ഇത്തവണത്തെ KCL ഞങ്ങൾ കാണുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു മത്സരമല്ല. ഇപ്പോൾ തന്നെ ഈ KCL ക്രിക്കറ്റിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കേരളത്തിലുള്ള ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശം പകരുന്നതിനോടൊപ്പം തന്നെ ക്രിക്കറ്റിൻ്റെ വളർച്ചയാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. അതിനുവേണ്ടി കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ക്രിക്കറ്റ് ക്ലബ്സാണ് ഇനി നമുക്ക് സൃഷ്ടിക്കേണ്ടത്. അതിൽ കൊല്ലത്തിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. ഈ വർഷം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ക്യാമ്പസുകളിലും ക്രിക്കറ്റ് ക്ലബ്ബ് വേണം. അതിന് ഞങ്ങളുടെ ഉദ്ദേശം ക്രിക്കറ്റ് ഒരു ഗെയിമായി മാറാതെ ക്രിക്കറ്റിനെ എങ്ങനെ ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്യുക, എല്ലാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസിനെയും ഇൻഡസ്ട്രിയുടെ ഭാഗമാക്കുക. കാര്യം ഇൻഡസ്ട്രിക്ക് വേണ്ടത് ലീഡേഴ്സിനെയാണ്. അതിന് ലീഡേഴ്സിനെ വളർത്തിയെടുക്കാനുള്ള ഏറ്റവും മികച്ച ഗെയിമാണ് ക്രിക്കറ്റ്. ഞങ്ങളുടെ എല്ലാം സ്ഥാപനത്തിൽ ഞങ്ങൾ ഏറ്റവും മികച്ച പ്രവർത്തകരെല്ലാവരും ഏതെങ്കിലും ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസാണ് ഏതെങ്കിലും ക്യാമ്പസിൽ. അതുകൊണ്ട് തന്നെ അത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഈ ഒരു ടീം എടുക്കുവാനും ഇതുവഴി കൂടുതൽ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസിനെ കണ്ടെത്തുവാനും അവരെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരുവാനും. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. നായകൻ സച്ചിൻ ബേബി, ഉപനായകൻ വിഷ്ണു വിനോദ്, മികച്ച ടീമല്ലേ ഇത്തവണ കൊല്ലം സെയിലേഴ്സിൻ്റെത്? അല്ല, കാര്യം കിരീടം നഷ്ടപ്പെടാതെ നോക്കണമെങ്കിൽ അതുപോലെ ശക്തമായ ടീം വേണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ 3 ഏറ്റവും മെയിൻ പില്ലേഴ്സിനെ തന്നെ ഞങ്ങൾ കരുതിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ സച്ചിൻ ബേബിയുടെ കളി എല്ലാവരും കണ്ടു കഴിഞ്ഞതാണ്. വിഷ്ണു വിനോദ് IPL-ലൂടെ ഒരു നാഷണൽ താരമായിട്ട് മാറി. അഖിൽ ഏറ്റവും എക്സ്പെൻസീവ് പ്ലെയർ ആയിരുന്നു. അപ്പം ഇവരെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് നമുക്ക് ശക്തമായ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. പിന്നെ എല്ലാവരും ഏറ്റവും മികച്ച യങ്സ്റ്റേഴ്സിനെയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അല്ലാതെ ഒരു റെക്കമെൻഡേഷൻ്റെ പുറത്തൊന്നുമല്ല. അവരുടെ ഫിഗേഴ്സ് ഉപയോഗിച്ചിട്ട് ക്രിക്കറ്റിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഓരോ കളിക്കാരൻ്റെയും ഭൂതകാലം നമുക്ക് വ്യക്തമായി അവരുടെ ഫിഗേഴ്സിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു നിരയാണ് കരുതിയിരിക്കുന്നത്. KCL ആക്ച്വലി വളരെ നല്ല ഏറ്റവും വലിയ ഒരു ചവിട്ടുപടിയായിട്ട് മാറുകയാണ്. കാര്യം നമുക്ക് IPL-ലേക്ക് പോകണമെങ്കിൽ ഇതിനു മുമ്പ് നമുക്ക് രഞ്ജിയൊക്കെ ആശ്രയിക്കേണ്ടി വരുമായിരുന്നു. അതിൻ്റെ ഫിഗേഴ്സൊക്കെ ഇതെല്ലാം മാറിയിട്ട് ക്ലബ് ഫിഗേഴ്സ് എല്ലാം മാറി. ഇനി മുതൽ ഞങ്ങൾ എല്ലാ ടീമുകളും നോക്കുന്നത് പ്രീവിയസ് ഇയേഴ്സിൽ KCL-ൽ അവർ കളിച്ചതിൻ്റെ ഫിഗേഴ്സ് ആയിരിക്കും നമ്മൾ നോക്കുക. അതുകൊണ്ട് തന്നെ KCL-ലെ ഫിഗേഴ്സ് വെച്ചിട്ടായിരിക്കും IPL-ലേക്ക് ഇവർ കടന്നു വരുന്നത്. അതുകൊണ്ട് കളിക്കാർക്കെല്ലാം കൃത്യമായ ഒരു മാർഗം രേഖയുണ്ട് എങ്ങനെ IPL-ലേക്ക് എത്തിപ്പെടാം എന്നുള്ളത്. അതിന് ഇനി മുതൽ ഞങ്ങൾ തന്നെ ലക്ഷ്യമിട്ടേക്കുന്നത് ഈ വർഷം IPL-ലേക്ക് ഞങ്ങളുടെ കൊല്ലത്തു നിന്ന് തന്നെ ഒരു പ്ലെയറെങ്കിലും എത്തണം. അപ്പോൾ അതിനുവേണ്ടി സെലക്ടേഴ്സ് ഒരുപാട് പേര് ഇത്തവണ വരുന്നുണ്ട്. അപ്പം അവിടെ ഇവരുടെ കഴിവ് അവർക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാവുന്ന ഒരു അവസരമാണ് വരുന്നത്. അതുകൊണ്ട് ഇനി മുതൽ നല്ലൊരു പ്ലെയർക്ക് കൺഫ്യൂഷനൊന്നും വേണ്ട. അവർ ക്ലബ്ബ് തലത്തിൽ ഉള്ള അവരുടെ ഫിഗേഴ്സ് ഞങ്ങളെ അറിയിച്ചാൽ മാത്രം മതി. തീർച്ചയായിട്ടും അടുത്ത ലേലത്തിൽ അവരെ ഞങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യും. തീർച്ചയായും അത്തരത്തിലുള്ള താങ്കളുടെ പിന്തുണ ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ പലപ്പോഴും അത് വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ളതുമാണ്. ഈ ഏരീസ് ഗ്രൂപ്പിൽ ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് വേഗത്തിൽ ജോലി ലഭിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ക്യാപ്റ്റൻ ആണ് എങ്കിൽ ജോലി ഉറപ്പാണ് എന്നാണ് കേട്ടിരിക്കുന്നത്. ഇതൊക്കെ സത്യം? ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു
താങ്കൾ അതേക്കുറിച്ച് കൂടി. അല്ല, ഏരീസിൽ ഞങ്ങൾക്ക് 100-ലേറെ ഞങ്ങളുടെ ടീം ലീഡേഴ്സ്, അതായത് ഡിവിഷൻ ഹെഡ്സ് പല ക്യാമ്പസുകളിലെയും ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസ് ആണ്. കാര്യം അതിലൂടെ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഏത് ക്യാമ്പസിലും ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും അവിടുത്തെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആണെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഇൻ്റർവ്യൂ പോലും ഇല്ല. ഞങ്ങൾക്കറിയാം അവർ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണെന്ന്. ഈ ഒരു മെസ്സേജാണ് ഞങ്ങൾ കൊടുക്കുന്നത്. എല്ലാ ക്യാമ്പസുകളിലെയും ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസ് ആക്ച്വലി ഇൻഡസ്ട്രിയിലേക്ക് നാളെ വരണം. അതിനുവേണ്ടി ഞങ്ങൾ കൊച്ചിയിൽ അതിൻ്റെ പ്രത്യേക 6 മാസം ട്രെയിനിങ് തന്നെ ഞങ്ങളിപ്പം കൊടുക്കുന്നുണ്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുവാൻ വേണ്ടി. ഇതുകൂടാതെ ഒരു പുതിയ കൾച്ചർ ഞങ്ങളിപ്പം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഏരീസിനോടൊപ്പം കൊല്ലം സെയിലേഴ്സിനോടൊപ്പം പ്രവർത്തിക്കുന്നവർക്ക് നാളെ അവർക്ക് ക്രിക്കറ്റ് വിടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് തൊഴിലുറപ്പും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് മാത്രവുമല്ല, കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ ആരംഭിച്ചു, ലേലത്തുക കൂടാതെ സമ്മാനത്തുക എത്ര കിട്ടിയാലും അതിൻ്റെ 50% പ്ലേയേഴ്സിനും അവരെ മോൾഡ് ചെയ്യാൻ വേണ്ടി അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും വേണ്ടിയാണ് ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതൊരു പുതിയ കൾച്ചറാണ് ഞങ്ങൾ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പുനലൂരിലെ പട്ടോടി ക്ലബിനെ ഏരീസ് ഗ്രൂപ്പ് ഏറ്റെടുത്ത് ജില്ലാ ചാമ്പ്യന്മാരാക്കി. സിംബാബ്വേയിലാകട്ടെ T10 ചാമ്പ്യൻഷിപ്പിൽ ഏരീസിന് ടീമും ഉണ്ടായിരുന്നു അല്ലേ? അതെ. സിംബാബ്വേയിൽ അത് ഇൻ്റർനാഷണൽ പ്ലേയേഴ്സാണ്. അതിൽ പകുതി പ്ലേയേഴ്സും ലോകത്തിൽ ഇതിനകം ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള, ഇപ്പം ഞങ്ങളുടെ ടീമിൽ മോഹൻ ഉണ്ടായിരുന്നു. അതേപോലുള്ള ആ ലെവലിലുള്ള ഇൻ്റർനാഷണൽ പ്ലേയേഴ്സാണ് നമ്മളോടൊപ്പം കളിച്ചത്, മറ്റു ടീമുകളിലും കളിച്ചത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസുമായിട്ടാണ് ഞങ്ങൾ KCLലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് നമുക്ക് കേരളത്തിലുള്ള പ്ലേയേഴ്സിന് കൊടുക്കാൻ പറ്റി. ഇപ്പം പട്ടോടി തന്നെ ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വളരെ ഒരു ചെറിയ ക്ലബ്ബായിരുന്നു. അതിനെ ഞങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുവന്നു. ഒരു 2 വർഷത്തിനുള്ളിൽ അത് ഒരു കൊല്ലം ജില്ലാ ടീമിലേക്ക് നമുക്കതിനെ ട്രാൻസ്ഫോം ചെയ്തെടുക്കാനും സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ ക്ലബ്ബുകളെയും നമുക്ക് ഇതുപോലെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ വളരെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടത് ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ എല്ലാ സ്കൂൾസിലും കോളേജിലും കൃത്യമായിട്ടും, വേറെ നമുക്ക് സ്പോർട്സ് ക്ലബ്ബ് അല്ല വേണ്ടത്, ക്രിക്കറ്റ് ഇൻഡസ്ട്രിയുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പം ക്രിക്കറ്റ് ക്ലബ്ബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടുക, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ. കാര്യം ഞങ്ങളുടെ ആദ്യത്തെ ഉത്തരവാദിത്വം കൊല്ലം ജില്ലയാണ്. ഇത് കഴിഞ്ഞിട്ടും കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകണം. മാത്രവുമല്ല, ക്രിക്കറ്റ് എന്താണെന്ന് ഈ കാണികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. കാര്യം നമ്മളെല്ലാം ക്രിക്കറ്റ് കാണുന്നത് പലരും ക്രിക്കറ്റിൻ്റെ നിയമങ്ങൾ അറിഞ്ഞിട്ടൊന്നുമല്ല. ശരിക്കും 1 മണിക്കൂർ മതി ചിട്ടയായ ഒരു ട്രെയിനിങ്ങോടുകൂടി ക്രിക്കറ്റ് അതിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കി ആസ്വദിക്കാൻ വേണ്ടി. അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് സ്റ്റേഡിയം നിറയുന്നത്. സ്റ്റേഡിയം നിറഞ്ഞാൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഈ KCL ഒരു വലിയ സംഭവമായി മാറുള്ളൂ. കഴിഞ്ഞ തവണ തന്നെ നമുക്കൊരു 20,000-30,000 പേരോളം പ്രേക്ഷകരെ കൊണ്ടുവരാൻ പറ്റി സ്റ്റേഡിയത്തിൽ. പക്ഷേ ഇത്തവണ നമുക്ക് സ്റ്റേഡിയം നിറയ്ക്കണം. അപ്പോൾ അതിന് സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ സ്കൂൾ കുട്ടികളെ മാക്സിമം ഇതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ കായിക മേഖലയ്ക്ക് വേണ്ടി ഏരീസ് ഗ്രൂപ്പ് നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതേക്കുറിച്ച് കൂടി. ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ക്രിക്കറ്റാണ്. ഇതുകൂടാതെ തന്നെ എല്ലാ ക്യാമ്പസിലും നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങൾ അട്ടപ്പാടിയിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. 25ഓളം കായിക ഇനങ്ങൾ ആദ്യം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതിന് 1 മണിക്കൂർ മതി അതിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി. അതിൽ ഒരു ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 4 തലത്തിലാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് കൺസെപ്റ്റും ചിലപ്പോൾ ക്രിക്കറ്റിൽ തന്നെ 22 പ്ലേയേഴ്സ് കളിക്കുമ്പോൾ 20,000-ഓളം പേര് അതുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയും തൊഴിലവസരങ്ങൾ. പക്ഷേ ഇത് പലർക്കും അറിയില്ല. എല്ലാവരും സച്ചിനാവാൻ വേണ്ടി അല്ലെങ്കിൽ വിരാട് കോഹ്ലി ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമുക്കതല്ല വേണ്ടത്. ആ ഇൻഡസ്ട്രി മനസ്സിലാക്കിയിട്ട് അതിലേക്കുള്ള തൊഴിലവസരങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ പാഷനോട് കൂടി നമുക്ക് ജോബ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ 25ഓളം സ്പോർട്സ് ഫീൽഡ്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ ഏത് ഫീൽഡിലേക്കാണ് ഇവർക്ക് പോകാൻ താല്പര്യമുള്ളത്, അത് റഗ്ബി ആയിക്കോട്ടെ, ബേസ്ബോൾ ആയിക്കോട്ടെ, ഏതിൽ വേണേലും ഇവർക്ക് പടിപടിയായിട്ട് പോകാം. അത് ആദ്യത്തെ ലെവൽ 1 കഴിയുമ്പോൾ ഏതിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പോൾ ലെവൽ 2ലേക്ക് പോവുക. അങ്ങനെ അത് ഞങ്ങൾ വ്യക്തമായ ഒരു മാർഗരേഖ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയൊരു പേഴ്സണലായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ സംവിധായകൻ പ്രിയദർശന് ക്രിക്കറ്റിനോടുള്ള ഒരു സ്നേഹം നഷ്ടപ്പെടുത്തിയത് തൻ്റെ കണ്ണാണ്, അതോടൊപ്പം താങ്കളുടെ പല്ല് ഈ ക്രിക്കറ്റ് നഷ്ടപ്പെടുത്തിയെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞ ആ സമയത്താണ് ഞാൻ ക്രിക്കറ്റ് കളിക്കുമ്പോഴാണ് ഒരു ബോൾ വന്ന് കൊണ്ടിട്ട് ഒരു വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. അതോടുകൂടിയാണ് ഞാൻ ക്രിക്കറ്റിൽ നിന്നും സജീവമായിട്ട് കളിക്കുന്നതിൽ നിന്ന് മാറിയെങ്കിലും ആ ഒരു ഉള്ളിലുള്ള പാഷൻ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏരീസ് ഗ്രൂപ്പിൽ ഞങ്ങൾ ഒരു 10 വർഷത്തിന് മുമ്പ് തന്നെ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വലിയ സ്റ്റേഡിയം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ലീഗ് നടത്തുന്നത്. കാര്യം ഞങ്ങളുടെ സ്റ്റാഫിൽ ഒരുപാട് ക്രിക്കറ്റ് പ്ലേയേഴ്സാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇൻറ്റേർണൽ ലീഗുണ്ട്, അവിടെ ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രൊഫഷണൽ രീതിയിൽ നടത്തുന്നുണ്ട്. ക്രിക്കറ്റ് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ തൊഴിലിൻ്റെ ഒരു ഭാഗമാണ്.
അപ്പോൾ അത് ആ ഒരു മെസ്സേജ് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾ കൊടുക്കുന്നു, വളർന്നു വരുന്ന അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നു. അത് ഒരുപക്ഷെ എൻ്റെ ഉള്ളിൽ ഉണ്ടായ ഒരിക്കൽ എനിക്ക് നഷ്ടപ്പെട്ട എന്തോന്നും എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കാം. പക്ഷേ ഇന്ന് ക്രിക്കറ്റ് വളരെ സുരക്ഷിതമായിട്ട് കളിക്കുവാൻ വേണ്ടിയുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഇപ്പോൾ ഇൻഡസ്ട്രിക്ക് വേണ്ടത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയൊക്കെ ക്രിക്കറ്റിനകത്തുണ്ട്. ക്രിക്കറ്റിനകത്ത് ഇപ്പം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 2020 മാച്ച് പോലെയാണ് ഏത് ഇൻഡസ്ട്രിയും വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു മാസം 20 തൊട്ട് 22 വർക്കിംഗ് ഡേയ്സ് ആണ് പലപ്പോഴും കിട്ടുന്നത്. ഈ വർക്കിംഗ് ഡേയിൽ ഒരു ടാർഗറ്റ് ഉണ്ട്. അത് ഈ ക്രിക്കറ്റിലെ ഓരോ ഓവർ പോലെയാണ് ഞങ്ങൾ ഓരോ വർക്കിംഗ് ഡേ കാണുന്നത്. അപ്പോൾ ഒരു ടീം ലീഡർക്ക് അറിയാം ആ മാസം എത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, ആ ടീമിനെ എങ്ങനെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം, അവരുടെ ഫിറ്റ്നസ് എങ്ങനെ നോക്കണം, ലോഗിങ് സിസ്റ്റം എങ്ങനെ വേണം, ഓരോ സ്ട്രാറ്റജീസ് മാറ്റുന്നിട്ട് എങ്ങനെയാണ്. ഇങ്ങനെ ഒരു 10-25ഓളം ഒരു ടീം ലീഡറിന് വേണ്ട എല്ലാ ക്വാളിറ്റിയും ഒരു ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ ക്രിക്കറ്റിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മറ്റൊരു ഗെയിമിനും ഇത്ര ഒരു വളരെ പോളിഷ്ഡ് വേയിൽ ഒരു ജെന്റിൽമാൻ ഗെയിമായിട്ട് ചിട്ടയോടുകൂടി നമുക്ക് മോൾഡ് ചെയ്യാൻ കൊണ്ടുവരുന്ന മറ്റൊരു ഗെയിം ഇന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രിക്കറ്റിന് ഞങ്ങൾ ഇൻഡസ്ട്രിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഈ ടീം തന്നെ ഏറ്റെടുത്തത്. അവസാനമായി നമ്മുടെ ക്രിക്കറ്റ് ആരാധകരോട് എന്താണ് പറയുന്നത്? ക്രിക്കറ്റ് ആരാധകരോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം ഇപ്പോൾ ഇമ്മീഡിയറ്റ് ചെയ്യേണ്ടത്, ഇന്ന് നമ്മുടെ മത്സരം തുടങ്ങുകയാണ്, നിങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് വരിക. സ്റ്റേഡിയത്തിലേക്ക് അത് ആദ്യത്തെ കാര്യം. രണ്ടാമത് നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ TV ഓൺ ചെയ്യുക. കാര്യം TRP റേറ്റിംഗ് കൂടുന്നതനുസരിച്ചിട്ടാണ് കൂടുതൽ സ്പോൺസേഴ്സ് ഇതിലേക്ക് വരിക. സ്പോൺസേഴ്സ് വന്നാൽ മാത്രമേ ഈ മത്സരം കൂടുതൽ നല്ല മികച്ച രീതിയിൽ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഓരോ തവണയും പുതിയ പുതിയ ഫീച്ചേഴ്സ് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ കൂടുതൽ സ്പോൺസേഴ്സ് വരണം. അപ്പോൾ നിങ്ങൾ TV കാണുക, അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് പഠിച്ചുകൊണ്ട് ഇത് എൻജോയ് ചെയ്യുക. കാര്യം ക്രിക്കറ്റിൻ്റെ നിയമങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് ക്രിക്കറ്റ് എൻജോയ് ചെയ്യുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ എൻജോയ് ചെയ്യാൻ സാധിക്കും. അതിന് നിയമങ്ങൾ പഠിക്കാൻ ഇന്ന് നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് ക്രിക്കറ്റ് റൂൾസ് എന്ന് പറഞ്ഞ് അടിച്ചാൽ തന്നെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂൾസ് മൊത്തം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും സ്കൂൾസിലെ ക്ലബ്ബുകളിൽ ഞങ്ങൾ കൊടുക്കുന്നതാണ്. താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. എന്നിട്ടും ഈ പുത്തൻ പുലരിയിൽ നമുക്കൊപ്പം ചേർന്നതിന്, വിശേഷങ്ങൾ പങ്കുവച്ചതിനൊക്കെ ഒരുപാട് നന്ദി. ഒപ്പം തന്നെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു. കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തുടക്കമാവുകയാണ്. ക്രിക്കറ്റ് വിശേഷങ്ങൾ പങ്കുവച്ചത് സംവിധായകനും നിർമ്മാതാവും ഏരീസ് കൊല്ലം സെയിലേഴ്സ് ഉടമ കൂടിയായ സോഹൻ റോയിയാണ്.